ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പഴുത്ത ചക്ക ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചക്ക സീസണിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു നല്ലൊരു റെസിപ്പിയാണ് ഇത്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ആ ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു ഹൽവ ഉണ്ടാകുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് അളവ് മൈദയാണ്. ഇതിൽ ബൈൻഡിങ്ങിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മൈദയാണ്. നിങ്ങൾക്ക് മൈദയോ ഗോതമ്പ് പൊടിയോ ഉപയോഗിക്കാവുന്നതാണ്. ഇതാദ്യം കുറച്ച് വെള്ളമൊഴിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അത് വെള്ളം കൂടിയാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അളവ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചൂടുവെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊരു 3 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് രാവിലെ തന്നെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും ഹൽവ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിപ്പോൾ 3 മണിക്കൂർ ആയിട്ടുണ്ട്. അതിനി ഒന്ന് നല്ല പോലെ പിഴിഞ്ഞ് അതിലെ പാലെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നന്നായിട്ട് പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കൂട്ട് തയ്യാറാക്കിയിട്ട് ഒന്ന് കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ പിഴിഞ്ഞ് അതിലെ പാല് മാക്സിമം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും ഇതിലെ പാലൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതതിൻ്റെ ബാക്കിയാണ്, ഇത് നമുക്ക് ആവശ്യമില്ല. നന്നായിട്ട് പാലെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്ക് കളയാം. ഇപ്പോൾ പറ്റാവുന്നത്രയും പാലിപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ഒന്ന് അരിച്ചും കൂടി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്ട്രെയിനറിലൂടെ ഒന്ന് അരിച്ചെടുക്കുക. ഇതുപോലെ അരിച്ചെടുക്കുന്നത് അതിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പീസസ് ഉണ്ടെങ്കിൽ അതും കൂടെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് എടുത്തോളൂ. അടിയിൽ ഊറിക്കൂടിയിട്ടൊക്കെ നിന്നിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മൈദയുടെ പാൽ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ചക്കയാണ്. നല്ല പഴുത്ത വരിക്ക ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ചക്ക വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല പഴുത്ത ചക്ക ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഏകദേശം 16 ചുളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സറിൻ്റെ വലിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇനി ഞാൻ അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് മൈദയുടെ പാൽ ഉപയോഗിച്ചിട്ടാണ്. ആദ്യം ഞാനിവിടെ 1/2 കപ്പ് അളവ് മൈദയുടെ പാലൊഴിച്ച് ഒന്ന് അരച്ചെടുത്ത് വന്നതിന് ശേഷം വീണ്ടും ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചാണ് അരച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 1 കപ്പ് അളവ് മൈദയുടെ പാലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു കൂട്ട് ഞാൻ ആ ഒരു ബാക്കിയുള്ള മൈദയുടെ പാലിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒന്ന് അളന്നെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇത് ടോട്ടലായിട്ട് എനിക്കിപ്പോൾ ആ ഒരു പേസ്റ്റ് കിട്ടിയിരിക്കുന്നത് 2/4 കപ്പ് അളവാണ്. അതിൽ 1 കപ്പ് അളവ് മൈദയുടെ പാലാണ്, ബാക്കിയുള്ളത് ആ ഒരു ചക്കയുടെ പ്യൂരിയുമാണ്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഒന്ന് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റൗ ഓണാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഹൽവ ഉണ്ടാക്കാൻ എപ്പോഴും നല്ല അടികട്ടിയുള്ള പാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഹൽവ തയ്യാറാക്കുന്നത് ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നല്ല, ഇടയ്ക്ക് ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നേരം നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫുള്ള് കുക്കിംഗ് ചെയ്തിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്. ഇതുപോലെ നന്നായിട്ട് കുറുകി തുടങ്ങും. ആ ഒരു മൈദയും ആ ഒരു ചക്കയും നന്നായിട്ട് വെന്ത് വരുന്തോറും ഇതിങ്ങനെ കുറുകി വരാൻ വേണ്ടി തുടങ്ങും. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് എടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഹൽവ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. കറക്റ്റ് പാകത്തിന് ഓരോന്നും ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മളുടെ ചക്കയും മൈദയും നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുകി വന്നതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചക്കയും മൈദയും നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രം മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് അളവ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി. ഇനി നിങ്ങൾക്ക് ശർക്കര ഉപയോഗിച്ചാണ് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഈ ഒരു ഹൽവയുടെ രുചിയിൽ ശരിക്കും പറഞ്ഞാൽ ചക്കയുടെ ടേസ്റ്റ് മാത്രമാണ് ഉണ്ടാകുക. നമ്മൾ ശർക്കര ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ശർക്കരയുടെ രുചിയിലാണ് ശരിക്കും ആ ഒരു ഹൽവ ഉണ്ടാകുക. ഇനി ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അത് നന്നായിട്ട് കട്ടിയായിട്ട് വന്നതിന് ശേഷം വേണം നമ്മളിത് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
ഇതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിനി നെയ്യ് ചേർത്ത് തുടങ്ങാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓരോരോ ടേബിൾ സ്പൂൺ ആയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ ഒരു നെയ്യും നമ്മളുടെ ആ ഒരു ചക്കയുടെ മിക്സുമായിട്ട് നന്നായിട്ട് യോജിച്ച് വന്ന് അതൊന്ന് കുറുകി തുടങ്ങുമ്പോൾ വേണം നമ്മൾ അടുത്ത ആ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിക്ക് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഒന്നും കൂടെ കുറുകി വന്നതിന് ശേഷം ഞാനിവിടെ 2ാമത്തെ ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ നെയ്ക്ക് പകരം റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ്. നെയ്യാകുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും, അത്ര മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുകി വന്നതിന് ശേഷം നമുക്ക് അവസാനത്തെ ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ടോട്ടലായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏതൊക്കെ ടൈമിലാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നോക്കൂ, അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ എന്ത് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നല്ല ഗ്ലോസി ആയിട്ടുള്ള ടെക്സ്ചറിലേക്ക് വരും. ഇപ്പോൾ അതിൽ നിന്നും എണ്ണയൊക്കെ റിലീസായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പോലെ ടെക്സ്ചർ ഹോൾഡ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരിവാകുന്നത് വരെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ആയി വന്നതിന് ശേഷം നമുക്കിത് ഒരു നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് നെയ്യ് തടവിയിട്ട് കുറച്ച് ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് തടവിയിട്ടുള്ള സ്പൂൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പറ്റിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കുക. ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറാൻ വേണ്ടി വെക്കുകയാണ് വേണ്ടത്. റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഏകദേശം 3 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായിട്ട് വന്നോളും. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഞാനിവിടെ നല്ല പോലെ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ആദ്യം കത്തി ഉപയോഗിച്ച് എല്ലാ സൈഡും അതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം കയ്യിലേക്ക് ചെറുതായിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് ഡീമോൾഡായിട്ട് വന്നോളും. ഇതൊട്ടും പറ്റിപ്പിടിക്കൊന്നുമില്ല. നമ്മൾ നല്ല പോലെ തന്നെ നെയ്യൊക്കെ തടവിയിരുന്നു. ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഹൽവയുടെ ടെക്സ്ചറിലാണ് നമുക്ക് ഈ ഒരു ഹൽവ കിട്ടിയിരിക്കുന്നത്. ചക്കയുടെ രുചി നല്ല പോലെ തന്നെ ഈ ഒരു ഹൽവയിൽ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്, പക്ഷേ കുറച്ച് സമയം എടുക്കും. ഏകദേശം 1 മണിക്കൂറോളാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഹൽവ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഓരോ സീസണിലും ചക്ക കൊണ്ട് ഈ ഒരു ഹൽവ എന്തായാലും ഉണ്ടാക്കും. ശരിക്കും നമ്മൾക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു ഹൽവ ഉണ്ടാകുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.